എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡു നോട്ട് പിൻ യുവർ ഫെയിലിയേഴ്സ് ഓൺ അതേഴ്സ്. വളരെ വലിയൊരു ടോപ്പിക്കാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന വലിയൊരു തെറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മിക്ക ആളുകളും ചെയ്യാറുള്ള ഒരു തെറ്റെന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന സാഹചര്യമാണ്, ഞാൻ ഒരിക്കലും അല്ല അതിൻ്റെ കാരണം എന്ന് വരുത്തി തീർക്കുക, നമ്മളെ സ്വയം വിശ്വസിപ്പിച്ച് എടുക്കുക. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴെങ്കിലും? ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു നേതാവിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവരെയോ അയാളെയോ തന്നെ സ്വയം കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഭാവിയിൽ അത് സംഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലേ? നമ്മൾ മിക്ക ആളുകളും ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണത്. അതൊന്ന് തിരിച്ചറിയുക. അപ്പോൾ ഒരു കാരണവശാലും മറ്റൊരാളെ എന്താ പറയുന്നത്, അവരുടെ പുറത്ത് എല്ലാ തെറ്റും ചുമത്തി അയാളെ ഉപദേശിച്ചതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് എന്താ പറയുന്നത് ഒരു ആശ്വാസം കിട്ടിയേക്കുമായിരിക്കും. പക്ഷേ അതൊരിക്കലും ഒരു സൊല്യൂഷനേ അല്ല. അപ്പം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനി സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത ഒരു തെറ്റ് നാളെ മറ്റൊരാൾക്കും ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ട് അവരെ ഉപദേശിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളത് തിരുത്തി കാണിച്ചു കൊടുക്കുക മാതൃകയായിട്ട്. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അന്യോന്യം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും, അല്ലേ? അപ്പം അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.